ഹലോ, ഞാനിപ്പോൾ ഈ ഫിറ്റ്ചെക്കൊക്കെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് സോളോ ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ഒഫീഷ്യൽ ട്രിപ്പായിരുന്നു. കംപ്ലീറ്റ്ലി ഒഫീഷ്യലാണ്. 4 ദിവസത്തേക്കുള്ളൊരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ബാംഗ്ലൂർ ഓഫീസിൽ പോയതാണ്. അപ്പോൾ രാവിലെ ആയിരുന്നു, ഏർലി മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. അച്ഛനാണ് കേട്ടോ എന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നു. കുറേ നേരം ഡിലേ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ ഔട്ട്ഫിറ്റും ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും കൂടുതലും എൻ്റെ ഈ ഒരു സോളോ ട്രാവലിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്താണ് അതിൽ നിന്ന് പഠിച്ചതെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെപ്പോലെ ഒരാളെന്ന് പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-10.5 വർഷമായതിനു ശേഷം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോലും അങ്ങനെ കറങ്ങാൻ പോക്ക് വളരെ കുറവാണ്. എല്ലാം ഫാമിലിയുടെ കൂടെ ആയിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള ഒരാളോട് പെട്ടെന്ന് ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പെട്ടെന്നൊരു ഇങ്ങനെ റിക്വസ്റ്റ് വന്നപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ മടിയായിരുന്നു, പേടിയും ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പോയി ഞാൻ ഒറ്റയ്ക്കൊക്കെ റൂമിലൊക്കെ നിൽക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷേ എനിക്കത് പോകാനുള്ള ഡേറ്റ് എടുക്കുന്നതോറും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വരുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പണ്ട് എപ്പോഴോ ഞാൻ തന്നെ കുഴിച്ച് മൂടിയിട്ടവർ എനിക്കപ്പം ഇങ്ങനെ കാണാൻ പറ്റി. സത്യം പറയാമല്ലോ, ഒരു വർക്കിംഗ് മോം അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്രം ഹോം മോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും നമുക്ക്. അത് പറയുമ്പോഴും പലർക്കും മനസ്സിലാവണമെന്നില്ല. എല്ലാവരും വിചാരിക്കും വീട്ടിലിരുന്ന് പണിയെടുക്കുന്നതല്ലേ, എന്താ കുഴപ്പം എന്ന് ചോദിക്കും. പക്ഷേ അതാണ് ഏറ്റവും ടെൻഷൻ കൂടിയ ഒരു പണി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അതില്ല. നമ്മുടെ കൊച്ചിൻ്റെ സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ അതുമില്ല. വീട്ടിലെ പണികളും ചെയ്യണം. എല്ലാം കൂടി ഒരു മിക്സഡ് ഇമോഷൻസാണ് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ അതും എൻജോയ് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് 4 ദിവസം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പേടി ഉണ്ടായിരുന്നു എങ്കിലും പക്ഷേ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയപ്പോഴേക്കും, കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യൽ ട്രിപ്പായിരുന്നുകൊണ്ട് നല്ല വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 11:30-12 മണിവരെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞാൻ ഇന്നേവരെ ചെയ്യാത്ത പോലെ ഒറ്റയ്ക്ക് ടാക്സി വിളിക്കുക, അറിയാത്തൊരു സ്ഥലത്ത് പോവുക, തന്നെ വന്ന് റൂമിൽ കിടക്കുക, തിരിച്ചു പോകുന്നു. അങ്ങനെ എല്ലാം എനിക്കിതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു പോലും ഇല്ലാത്ത, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഞാൻ ഈ 4 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ചെയ്തു കേട്ടോ. അതുപോലെ കിട്ടിയ കുറച്ച് സമയത്തിൽ, അതായത് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് സമയത്ത് ഞാൻ സ്റ്റേ ചെയ്തിരുന്നതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. കിട്ടുന്ന സമയത്ത് മൊത്തം ഒന്ന് എൻജോയ് ചെയ്ത് നടക്കുക ഒക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തന്നെ ഇൻഡിഗോ ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആയിട്ടുണ്ടായിരുന്നു, ഒരു 3/4 മണിക്കൂറോളം. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലെ ലോഞ്ചൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയി. അടിപൊളി ഫുഡാണ് കേട്ടോ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് അതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ റേറ്റ് ഒന്നുമില്ല. ഒരു 2 rupeesലൊക്കെ നമുക്ക് ഈ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ലോഞ്ച് ആക്സസ് ഉള്ള നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ അതുകൂടാതെ ബാംഗ്ലൂരിൽ ഫുൾ എയർപോർട്ടൊന്നും നടന്നില്ല. അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടല്ലേ, പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് നടന്ന് കാണുകയൊക്കെ ചെയ്തു. തന്നെ ഇങ്ങനെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരിക്കലും മടുക്കാത്തത് നമ്മുടെ സ്വന്തം കമ്പനി തന്നെയാണ്. അതാകുമ്പോൾ നമുക്കിഷ്ടം എന്താണെന്ന് നമ്മളെക്കാളും കൂടുതൽ വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെയാണ് ബെറ്റർ ഹാഫ് എന്ന് പറഞ്ഞാലും ശരി, നമ്മളെ മനസ്സിലാക്കുന്ന പോലെ വേറൊരാൾ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനും എന്നെ മനസ്സിലാക്കിയത് ഈ ഒരു 4 ദിവസം കൊണ്ടാട്ടോ. എൻ്റെ ആഗ്രഹങ്ങൾ, ഞാൻ മറന്നുപോയ പല കാര്യങ്ങളും ഒക്കെ ഞാൻ നടത്തിയതും ഈ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. എല്ലാം ഒന്നും നടന്നില്ലെങ്കിലും പറ്റുന്നതൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല വർക്കുള്ള സമയമായതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങനെ പേഴ്സണൽ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു 4 ദിവസമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണം, അത് എന്തായാലും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. അപ്പോൾ ട്രസ്റ്റ് മീ ലേഡീസ്, കൂടുതലും ലേഡീസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലേഡീസാണ് കൂടുതലും സോളോ ട്രിപ്പൊന്നും പോവാതിരിക്കുന്ന ആൾക്കാർ. ഇതൊന്ന് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു ടൈം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കുക തന്നെ വേണം കേട്ടോ.